എന്നെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിലേറെ പേരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ ചുറ്റുമുള്ളവർ എങ്ങനെയുള്ള ലിസണേഴ്സ് ആണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലൊരു തരത്തിലുള്ള ലിസണിംഗ് ആണ് സോംബി ലിസണിംഗ്. ഈ സോംബി എന്നുള്ള വേർഡ് നമ്മൾ ഒത്തിരി ഫെമിലിയർ ആണ്. അപ്പോൾ അതും ലിസണിങ്ങും തമ്മിൽ എന്താ ബന്ധം? നമ്മളടുത്ത് പലരും നമ്മളെ കേൾക്കാൻ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ നമ്മൾ പൂർണ്ണമായി കേൾക്കുന്നുണ്ടോ? അവർ തലയാട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ പറയുന്നതിന് മൂളുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. സംടൈംസ് അവർ നമ്മളോട് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി ഒരു കോൺവെർസേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ചുറ്റും ഇരുന്ന് നമ്മളെ കേൾക്കുന്ന ഈ ആളുകളിൽ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അവരിഷ്ടമില്ലാതെ നമ്മൾ നിർബന്ധിച്ച് നമ്മളെ കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന ലിസണേഴ്സിനെ പറയുന്ന പേരാണ് സോംബി ലിസണിങ്. ഈ സോംബി ലിസണിങ്ങിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്നറിയാവോ? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അവരെപ്പോഴും നമ്മളെ കേൾക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തോട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ലോകത്തായിരിക്കും. പക്ഷെ അവർ നന്നായിട്ട് പ്രിറ്റൻഡ് ചെയ്യും. അതാണ് ഈ സോംബി ലിസണേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊത്തിരി പെയിൻഫുൾ ആണ് സംടൈംസ്. നമുക്ക് ഒത്തിരി പറയണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മളെ കേൾക്കാൻ ആത്മാർത്ഥമായ ഒരാൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇത് ചിലപ്പോൾ പാരൻസ് മക്കളുടെ ഇടയിലാവാം, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാവാം, അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ ഇടയിലാവാം. ഇത് ഏത് റിലേഷൻഷിപ്പിനെയും ഇത്തിരി മോശമായി ബാധിക്കുന്ന ഒരു ലിസണിങ് ആണ് സോംബി ലിസണിങ്. നമുക്ക് അങ്ങനെ ഒരു സോംബി ലിസണർ ആവാതിരിക്കാൻ ശ്രമിക്കാം അല്ലേ?